ചന്ദനമോഷണ കേസ് അന്വേഷണം ദേവികുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഇടപെടൽ മൂലം വഴിമുട്ടിയെന്നാരോപിച്ചാണ് വനം വകുപ്പ് ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഖാന്തിരം ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകുമെന്ന് DFO PJ സുഹൈബ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈറേഞ്ച് സർക്കിൾ CCFന് DFO കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി. നവംബർ മാസത്തിൽ മറയൂർ റേഞ്ചിലെ നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 4 ചന്ദനമരങ്ങൾ സംരക്ഷണ വേലി മുറിച്ച് കടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 14 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 4 പ്രതികളുടെ കസ്റ്റഡിയും ജാമ്യവുമാണ് നിലവിൽ ഉയർന്ന പരാതിക്ക് കാരണം. കഴിഞ്ഞ ആഴ്ച വനം വകുപ്പ് തിരഞ്ഞുകൊണ്ടിരുന്ന പ്രതി കോവിൽക്കടവ് സ്വദേശി അരുൺ ദേവികുളം കോടതിയിൽ കീഴടങ്ങിയിരുന്നു. എന്നാൽ സർക്കാർ അഭിഭാഷകനെ കേൾക്കാതെ ജാമ്യം അനുവദിച്ചതായി വനം വകുപ്പ് പറയുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതി അന്നു തന്നെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചിരുന്ന 25 കിലോ ചന്ദനം മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് കടത്തിയെന്നാണ് വനം വകുപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മുൻപ് പിടികൂടിയ 3 പ്രതികൾ ശിവ എന്ന ശരത്, മനോജ് കുമാർ, രാജേഷ് കുമാർ എന്നീ പ്രതികൾ കസ്റ്റഡിയിൽ മർദ്ദിച്ചതായി ആരോപിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ദേവികുളം മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു. തുറന്ന കോടതിയിൽ പരാതി ഉന്നയിക്കാതിരുന്ന പ്രതികളെ മജിസ്ട്രേറ്റ് ചേംബറിൽ എത്തിച്ചാണ് പരാതി നൽകിച്ചതെന്ന് വനം വകുപ്പ് ആരോപിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് പ്രതിഭാഗം അഭിഭാഷകന്റെ കാറിൽ കൊണ്ടുപോകാൻ മജിസ്ട്രേറ്റർക്ക് അനുമതി നൽകിയതും വനം വകുപ്പ് നൽകുന്ന പരാതിയിൽ ഉൾപ്പെടുന്നു. അന്തർ സംസ്ഥാന ബന്ധമുള്ള അരുണിനെ 4 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും 4 മണിക്കൂർ മാത്രമാണ് അനുവദിച്ചത്. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെയും DFOയെയും ഇയാൾ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കോടതി വിലക്കുകയും ചെയ്തു. ഇത് നിയമപരമല്ല എന്നും വനം വകുപ്പിന്റെ വാദം. പ്രധാന പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയില്ലെങ്കിൽ തുടരന്വേഷണം കാര്യക്ഷമമായി ബാധിക്കുമെന്നും DFO നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിയുടെ വക്കീലിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.